ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് നാളത്തേക്ക് വേണ്ടുന്ന പുളി സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇരട്ടി ദിവസം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിനുള്ളൊരു കിടിലൻ സൂത്രം കൊണ്ടാണ് വന്നുള്ളത്. കൂടാതെ കുറച്ച് നല്ല ടിപ്സുകളും ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടിപ്സ് നോക്കാം. കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഇനി കണ്ണൊന്നും എരിയാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അതേപോലെ തന്നെ വെളുത്തുള്ളി ഇതേപോലെ നമ്മൾ നന്നാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നന്നാക്കി എടുക്കാനായിട്ട് ഈ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 15 മിനിറ്റിന് ശേഷം ഈ വെളുത്തുള്ളീൻ്റെ സ്കിന്നായാലും ശരി ചെറിയ ഉള്ളീൻ്റെ സ്കിന്നായാലും ശരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് എടുത്ത് മാറ്റാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അരിയുന്ന സമയത്തൊക്കെ കണ്ണിൽ നല്ല വെള്ളം വരില്ലേ, അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പച്ചമുളക് അരിയുന്ന സമയത്ത് അല്ലെങ്കിൽ എരിവുള്ള മസാലകളൊക്കെ മിക്സ് ചെയ്യുമ്പോൾ കയ്യിലൊക്കെ മുളകൊക്കെ ആയി കഴിഞ്ഞാൽ കൈ എരിയും. അതേപോലെ പെട്ടെന്ന് കണ്ണിലൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല എരിച്ചിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരല്പം തണുത്ത പാലായിരിക്കണം കേട്ടോ. തണുത്ത പാൽ കയ്യിലൊക്കെ ആക്കിയിട്ട് കഴിഞ്ഞാൽ എരിവുണ്ടാവില്ല കേട്ടോ. അതേപോലെ കണ്ണിലായാലും ശരി തണുത്ത പാൽ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ എരിവ് പോവും. അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. ഇത് കുറച്ച് പുതിന ഇലയാണ് കേട്ടോ. അപ്പോൾ ഒരു കെട്ടുണ്ട് ഇത്. അപ്പോൾ അതിൻ്റെ ഇലയെല്ലാം ഞാൻ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ പുതിന ഇല വാങ്ങിക്കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ 2-3 ദിവസത്തിൽ കൂടുതൽ ഇരിക്കില്ല, വാടി തുടങ്ങും. അപ്പോൾ അത് 2 ആഴ്ച വരെ നമുക്ക് ഫ്രഷായിട്ട് സൂക്ഷിക്കാനായിട്ട് പുതിന ഇല ഇതേപോലെ ഓരോ ഇലയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ തളിരായിട്ടുള്ള ഭാഗം അതേപോലെ 4 ഇലയൊക്കെ ആയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. തൂമ്പൊക്കെ ഇങ്ങനെ എടുത്താലും മതി. എന്നിട്ടിത് നന്നായിട്ട് കഴുകിയിട്ട് അതിൽ വെള്ളമെല്ലാം വാർന്നിട്ടുണ്ടാവണം. എല്ലാം ഡ്രൈ ആയിരിക്കണം കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക് ഡപ്പ എടുത്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് ഡപ്പയിലേക്ക് ഈ ഇല എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ടൈറ്റാക്കി അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച വരെ നമുക്ക് പുതിന ഇല നല്ല ഫ്രഷായിട്ടിരിക്കും കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി അടുത്തത്, നമ്മൾ പുളി സൂക്ഷിക്കുമ്പോൾ ഒരുപാട് ദിവസം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ എടുത്തു വയ്ക്കുന്ന പുളി അതിൻ്റെ അധികം ദിവസം നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ചെറിയൊരു രീതിയാണ് കേട്ടോ. അപ്പോൾ പുളി ഇത് കുരുവില്ലാത്ത പുളിയാണ്. ഇത് വാങ്ങിച്ചിട്ടുള്ള പുളിയാണ് കേട്ടോ. വീട്ടിൽ നമ്മൾ ഉണ്ടായിട്ടുള്ള പുളിയൊന്നുമല്ല, കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പുളിയാണ്. അപ്പോൾ അതിൻ്റെ സീഡൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം ആദ്യം. സീഡ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ പുഴു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി ഒരുപാട് ദിവസത്തേക്ക് സൂക്ഷിക്കുമ്പോൾ എല്ലാവരും കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ടാണ് എടുത്ത് വെക്കുക. അപ്പം നമ്മൾ ആദ്യം പുളി ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. എന്നാൽ തന്നെ ആ പുളിയിൽ നിന്ന് മുഴുവൻ അതിൻ്റെ കാമ്പ് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് കറി വെക്കുന്ന സമയത്ത് ആ പുളി എടുത്ത് ഉപയോഗിച്ചാൽ നമുക്ക് ആ പുളി മുഴുവനായിട്ട് കിട്ടുകയും ചെയ്യും. സാധാരണ എടുക്കുന്ന പുളിയുടെ പകുതി എടുത്താലും മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. കല്ലുപ്പ് നമുക്ക് മെയിനാണ്, അത് വേണം. ഒരു പാക്കറ്റ് കല്ലുപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും അത് ഒരു 2-3 പിടി ഉപ്പേ നമുക്ക് ആവശ്യം വരുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ് കേട്ടോ. സാധാരണ നമ്മൾ ചൂടുവെള്ളമല്ല തണുത്ത വെള്ളമല്ല, സാധാ വെള്ളമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് 2-3 പിടി കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിട്ട് കൊടുക്കുന്ന കല്ലുപ്പ് മുഴുവനായിട്ട് വെള്ളത്തിൽ അലിയില്ല കേട്ടോ. കുറച്ച് ഉപ്പ് അതിൽ തന്നെ ഉണ്ടാവും, ആ വെള്ളത്തിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് അത് സ്റ്റോർ ചെയ്യുമ്പോൾ വേണ്ടതും. എന്നിട്ട് ഒന്ന് നന്നായിട്ട് വെള്ളത്തിൽ ഉപ്പ് അലിയും വേണം കേട്ടോ. ഫസ്റ്റ് നല്ലൊരു ഉപ്പും വേണേനും. ഈ പുളി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇതേപോലത്തെ ഒരു ഡപ്പയും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണ്ടത് ഈ പുളി ഓരോന്നായിട്ട് ഈ വെള്ളത്തിൽ നന്നായിട്ട് മുക്കിയെടുക്കുക. നല്ലതുപോലെ മുക്കണം കേട്ടോ. പുളി നന്നായിട്ട് മുങ്ങണം, ഉപ്പ് എല്ലാ ഭാഗത്തും വരും വേണം. കല്ലുപ്പ് കുറച്ച് കുറച്ചായിട്ട് അതിലുണ്ടാവുകയും ചെയ്യും. നമ്മൾ നന്നായിട്ട് മുക്കുന്ന സമയത്ത് അലിയാണ്ട് നിൽക്കുന്ന ഉപ്പും ഇതിലുണ്ടാവും കേട്ടോ. എന്നിട്ട് എല്ലാ പുളിയും ഇതേപോലെ നന്നായിട്ട് മുക്കിയിട്ട് ഈ ഡപ്പയിലേക്ക് നന്നായിട്ട് അടുക്കി വയ്ക്കുക ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ള പുളി ഉപയോഗിക്കുമ്പോൾ എന്താണെന്നറിയുക, നല്ല ഈസി ആയിട്ടുണ്ടാവും. നമുക്ക് ജോലീൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ പുളി എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് നേരം വെള്ളത്തിലിടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല ക്രീമി ആയിട്ടുള്ള കാരണം നമ്മൾ എടുക്കുന്ന പുളിയുടെ മുഴുവൻ കാമ്പും നമുക്ക് വെള്ളത്തിൽ അലിഞ്ഞ് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ. അതുകൊണ്ട് തന്നെ കുറച്ച് പുളി എടുത്താൽ തന്നെ നമ്മൾ ആവശ്യത്തിലുള്ള പുളി കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞുള്ള പുളിയാണ്. പുളി നമ്മൾ അതിലുള്ള വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. പുളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറിക്കൊക്കെ ഉപയോഗിക്കാനായിട്ടും പറ്റും കേട്ടോ. പിന്നെ ഞാൻ 1 വർഷം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള പുളി ഒന്ന്
മിക്സ് ചെയ്യുന്നത് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള പുളിയാണ് കേട്ടോ, 1 വർഷമായിട്ടുണ്ടാവും. ഇത് കുറച്ച് വെള്ളത്തിലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ പുളിയെല്ലാം അലിഞ്ഞ് വെള്ളത്തിൽ ചേരും. നമ്മൾ ഒരുപാട് സമയം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പുളി കലക്കി കഴിഞ്ഞാൽ കിട്ടുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ എന്താണ് ഡിഫറൻസ് എന്ന് മനസ്സിലാവും കേട്ടോ. നല്ല വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.